കുഞ്ഞായിൻ മുസ്ലിയാരും മങ്ങാട്ടച്ചനും തമ്മിലുണ്ടായിരുന്ന രചനാത്മകമായ സൗഹൃദ ബന്ധത്തിൻ്റെ ചരിത്ര മുദ്രകൾ അന്വേഷിക്കപ്പെടുന്ന മഹത്തായ ഈ പരിപാടിക്ക് ആദ്യമായി എല്ലാ ഭാവുകങ്ങളും നേരുന്നു. മഹത്തായ ഈ പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ച ഇതിൻ്റെ സംഘാടകരോടുള്ള എൻ്റെ അഗാധമായ സ്നേഹം, ആഹ്ലാദം, കടപ്പാട് ഇവിടെ രേഖപ്പെടുത്തുന്നു. കുഞ്ഞായി മുസ്ലിയാരുടെ തമാശകൾ നാം ഒരുപാട് കേട്ടതാണ്. പക്ഷേ കുഞ്ഞായി മുസ്ലിയാരുടെ ചിന്തകൾ നാം വേണ്ടത്ര കേട്ടിട്ടില്ല എന്നുള്ളതാണ്. ഒരു കാലത്ത് നമ്മുടെ നാട്ടിൽ ഒരു ജനത കുഞ്ഞായിൻ മുസ്ലിയാരുടെ തമാശകൾ, ഫലിതങ്ങൾ അത് നെഞ്ചിലേറ്റിയ ഒരു ജനത ആയിരുന്നു. നമ്മുടെ ഉസ്താദന്മാരൊക്കെ വയല് പറയുന്ന സമയത്ത് അവരുടെ പ്രസംഗത്തിന് വയലിന് മേമ്പൊടിയായിക്കൊണ്ട് കുഞ്ഞായി മുസ്ലിയാരുടെ തമാശകൾ ഒക്കെ പറയുമായിരുന്നു. പക്ഷേ കുഞ്ഞായി മുസ്ലിയാരുടെ തമാശകൾ പറഞ്ഞ് നമ്മെ പൊട്ടിച്ചിരിപ്പിച്ച നമ്മുടെ ബഹുമാന്യരായ പണ്ഡിതന്മാർ, ഉസ്താദന്മാർ എന്തുകൊണ്ടാണ് കുഞ്ഞായി മുസ്ലിയാരുടെ ചിന്തനീയമായിട്ടുള്ള കൃതികൾ പറഞ്ഞ് നമ്മെ ചിന്തിപ്പിക്കാതെ പോയത് എന്ന ആമുഖമായ ഒരു സ്വയം വിമർശനത്തോടു കൂടി ഞാൻ ഈ പഠന സെഷനിലേക്ക് കടന്നു വരികയാണ്. മലയാള സാഹിത്യത്തിലേക്ക് മഹത്തായ ഒരു ദർശനം സംഭാവന ചെയ്ത പ്രതിഭാശാലിയാണ് കുഞ്ഞായി മുസ്ലിയാർ. കാളി മുഹമ്മദിന് ശേഷം മാപ്പിള സാഹിത്യത്തിലേക്ക് കടന്നു വരുന്ന മുസ്ലിയാർ മാപ്പിള സാഹിത്യ മണ്ഡലത്തിൽ ഒരു ജ്ഞാനമണ്ഡലം തന്നെ വികസിപ്പിച്ച വ്യക്തിയാണ്. മതപണ്ഡിതൻ, തത്വചിന്തകൻ, സൂഫി, കവി എന്നീ നിലകളിൽ തൻ്റെ പ്രതിഭ തെളിയിച്ച വ്യക്തി കൂടിയാണ് കുഞ്ഞായി മുസ്ലിയാർ. ഇതൊക്കെ കുഞ്ഞായി മുസ്ലിയാരുടെ സർഗവിശേഷണങ്ങളാണ്. ഈ വിശേഷണങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിന് അലങ്കാരമായി നിൽക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ സാർത്ഥക ജീവിതത്തിന് പൊന്മുദ്രയായി മറ്റൊരു പട്ടം കൂടി, തിലകക്കുറി അദ്ദേഹത്തിനുണ്ട്. അത് ഹാസ്യകാരൻ എന്ന നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വമാണ്. മാപ്പിള സാഹിത്യ ചരിത്രത്തിൽ ഒരുപാട് പണ്ഡിതന്മാർ ഇതിനു മുമ്പും കടന്നുപോയിട്ടുണ്ട്. തത്വചിന്തകന്മാർ കടന്നുപോയിട്ടുണ്ട്, കവികൾ കടന്നുപോയിട്ടുണ്ട്. പക്ഷേ ഹാസ്യകാരനായിട്ടുള്ള, തമാശക്കാരനായിട്ടുള്ള, രസിക ശിരോമണി ആയിട്ടുള്ള, ഫലിത സമ്രാട്ട് ആയിട്ടുള്ള ഒരു വ്യക്തി, അത് കുഞ്ഞായിൻ മുസ്ലിയാർക്ക് മുമ്പും കുഞ്ഞായിൻ മുസ്ലിയാർക്ക് ശേഷവും അത് കുഞ്ഞായിൻ മുസ്ലിയാർ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് കുഞ്ഞായി മുസ്ലിയാരെ മാപ്പിള സാഹിത്യത്തിൽ അനന്യനാക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നു. ഇവിടെ കുഞ്ഞായി മുസ്ലിയാരുടെ കപ്പപ്പാട്ട് മുൻനിർത്തിയുള്ള ചില സാഹിത്യ വിചാരങ്ങൾ മാത്രമാണ് നിങ്ങളുമായി പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. കുഞ്ഞായി മുസ്ലിയാരുടെ 3 കൃതികളാണ് ഇന്ന് നമ്മുടെ മുമ്പിലുള്ളത്. 1 നൂൽ മദ്ഹ്, 2 നൂൽ മാല, 3 കപ്പപ്പാട്ട്. ഇതിനർത്ഥം കുഞ്ഞായി മുസ്ലിയാർ ആകെ 3 കൃതികളെ രചിച്ചിട്ടുള്ളൂ എന്ന് വരില്ല. കുഞ്ഞായി മുസ്ലിയാരുടെ 3 കൃതികളെ നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളൂ എന്നേ വരും. എന്ന് വെച്ചാൽ ഒരു പക്ഷെ നമ്മുടെ ഗവേഷണം ഇനിയും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കുഞ്ഞായി മുസ്ലിയാരുടെ മറ്റു കൃതികളും നമുക്ക് കണ്ടെത്താൻ സാധിക്കുകയും അപ്രകാരം കുഞ്ഞായി മുസ്ലിയാരുടെ സാഹിത്യ ചിന്തകളെയും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെയും ആ നിലയിൽ ഒരുപാട് മുന്നോട്ട് കൊണ്ടുപോകാനും നമുക്ക് സാധിക്കും. കുഞ്ഞായി മുസ്ലിയാരുടെ നൂൽ മദ്ഹ് എന്ന് പറയുന്ന കൃതി ഹിജ്റ 1151 അഥവാ ക്രിസ്താബ്ദം 1737 ആണ് രചിച്ചിട്ടുള്ളത്. കാളി മുഹമ്മദിന്റെ മുഹിദ്ദിമാലയ്ക്ക് ശേഷം 130 വർഷം കഴിഞ്ഞാണ് ഈ കൃതി നമുക്ക് കണ്ടുകിട്ടിയിട്ടുള്ളത്.
അദ്ദേഹത്തിൻ്റെ നൂൽമാല എന്ന് പറയുന്ന കൃതി ഹിജ്റ 1200 അഥവാ ക്രിസ്താബ്ദം 1785 രചിച്ചിട്ടുള്ളത്. കപ്പപ്പാട്ട് എന്നാണ് അദ്ദേഹം രചിച്ചത് എന്നുള്ളത് ആ കൃതിയിൽ രചനാവർഷം സൂചന നമുക്ക് കാണാൻ സാധ്യമല്ല. എന്താണ് നൂൽ മദ്ഹ്, എന്താണ് നൂൽമാല എന്നത് അഭിനന്ദനായ ചരിത്ര പണ്ഡിതൻ ഹുസൈൻ രണ്ടത്താണി സാർ അവറുകൾ നമ്മോട് പറഞ്ഞു കഴിഞ്ഞു. ഞാൻ ഇതിലെ നൂൽ എന്ന് പറയുന്ന പദത്തെ മാത്രം, അതിൻ്റെ അർത്ഥകൽപ്പന മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ കപ്പപ്പാട്ടിലേക്ക് വരും. നൂൽമാല, നൂൽ മദ്ഹ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് ഈ നൂൽ? നൂൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു തമിഴ് പദമാണ്. അതിനർത്ഥം ഗ്രന്ഥം, രചന, കൃതി എന്നൊക്കെയാണ്. അപ്പൊ നൂൽ മദ്ഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകീർത്തനം പറയുന്ന കൃതി, ഗ്രന്ഥം എന്നാണ് അതിനർത്ഥം. നൂൽമാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാലകൾ, അപദാന വർണ്ണനകൾ ഉള്ളടക്കിയ കൃതി എന്നാണ് അതിന് അർത്ഥം. ഞാനിത് പറഞ്ഞു വരുന്നത് വിദ്യാർത്ഥികൾ ഇവിടെ ഇത് നോട്ട് ചെയ്യുന്നുണ്ട്. ഈ നൂലിൽ കടന്ന് കെട്ടിപ്പടഞ്ഞ് കിടക്കണ്ട എന്നുള്ള നിലയിലാണ്. നൂൽ മദ്ഹ് എന്ന് പറയുന്നത് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അപദാന വർണ്ണനകളാണ്. നൂൽമാല എന്ന് പറയുന്നത് ബഗ്ദാദിലെ ആത്മീയ നായകൻ ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനിയുടെ ജീവിത മഹാത്മ്യങ്ങളും അപദാന വർണ്ണനകളുമാണ്. എന്നാൽ കപ്പപ്പാട്ട് എന്ന് പറയുന്നത് ഇതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ്. കപ്പപ്പാട്ട് എന്ന് പറഞ്ഞാൽ കപ്പൽ പ്ലസ് പാട്ട് സമം കപ്പപ്പാട്ട്. കപ്പയെ കുറിച്ചുള്ള പാട്ടല്ല, കപ്പലിനെ കുറിച്ചുള്ള പാട്ടാണ് കപ്പപ്പാട്ട്. ഇനി എന്താണ് കപ്പപ്പാട്ടിന്റെ ഇതിവൃത്തം? ഇതിന്റെ ഉള്ളടക്കം എന്താ? സമകാലികമായ ഈ സമൂഹത്തിൽ ഈ പാട്ടിന്റെ ഇന്നത്തെ പ്രസക്തി എന്ത്? ഇതാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. അതിനു മുമ്പ് സ്വാഭാവികമായും ഒരു ചിരന്തന കൃതിയുടെ, ഒരു ക്ലാസിക്കൽ കൃതിയെക്കുറിച്ചുള്ള ഒരു ചർച്ച എന്നുള്ള നിലയിൽ കുഞ്ഞായി മുസ്ലിയാരുടെ ജീവിതകാലത്തെക്കുറിച്ച് നമുക്ക് ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. കുഞ്ഞായി മുസ്ലിയാരുടെ കൃത്യമായ ഒരു ജീവിതരേഖ നമുക്ക് ഇതുവരെയും ലഭ്യമായിട്ടില്ല. കുഞ്ഞായി മുസ്ലിയാർ ഇന്ന വർഷം ജനിച്ച് ഇന്ന വർഷം മരിച്ച് എന്ന് പറയാവുന്ന കൃത്യമായ ഒരു ജീവിതരേഖ നമുക്ക് ലഭ്യമായിട്ടില്ല. പിന്നീട് അദ്ദേഹത്തിന്റെ ജീവിത രേഖയിലേക്ക് നമ്മെ എത്തിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ച നൂൽ മദ്ഹ്, നൂൽമാല തുടങ്ങിയിട്ടുള്ള കൃതികളിൽ നിന്ന് ലഭിക്കുന്ന രചനാവർഷം, അതോടൊപ്പം തന്നെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട മങ്ങാട്ടച്ചനും കുഞ്ഞായി മുസ്ലിയാരും മുൻനിർത്തിയുള്ള ഒരുപാട് ഐതിഹ്യമായിട്ടുള്ള കഥകൾ, ഇതിൽ നിന്നെല്ലാം പേർത്തെടുത്തുകൊണ്ടാണ്, നിർദ്ധാരണം ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഒരു ഏകദേശ ജീവിത രേഖ, ചരിത്രം നമുക്ക് ലഭിക്കുക. നൂൽ മദ്ഹിന്റെ 15ാമത്തെ ഇശലിൽ അദ്ദേഹം തന്റെ ഗുരുനാഥന്മാരായിട്ടുള്ള നൂറുദ്ദീൻ മഖ്ദൂമിനും അബ്ദുസ്സലാം മഖ്ദൂമിനും വേണ്ടി പ്രത്യേകമായ പ്രാർത്ഥന നടത്തുന്നുണ്ട്. നൂറുദ്ദീൻ മഖ്ദൂമിന്റെ കാലം നമ്മുടെ മുമ്പിലുണ്ട്, അബ്ദുസ്സലാം മഖ്ദൂമിന്റെ കാലവും നമ്മുടെ മുമ്പിലുണ്ട്. ഇതെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ പറയാൻ സാധിക്കും: കുഞ്ഞായി മുസ്ലിയാർ 1700-ന്റെയും 1790-ന്റെയും ഇടയിൽ ജീവിച്ച് മരിച്ചുപോയ പ്രതിഭാശാലിയാണ് എന്ന്. ക്രിസ്താബ്ദം 1700-ന്റെയും 1790-ന്റെയും ഇടയിൽ ജീവിച്ച് മരിച്ച പ്രതിഭാശാലിയാണ് കുഞ്ഞായി മുസ്ലിയാർ എന്ന് പ്രാഥമികമായി നമുക്ക് പറയാൻ സാധിക്കും. അതല്ലെങ്കിൽ സാമാന്യമായി നമുക്ക് ഉറപ്പിച്ചു പറയാം, കുഞ്ഞായി മുസ്ലിയാർ 18ാം നൂറ്റാണ്ടുകാരനാണ്. അക്കാര്യത്തിൽ തർക്കമില്ല. ഏതായാലും കുഞ്ഞായി മുസ്ലിയാരുടെ സമകാലികരായിട്ടുള്ള ആളുകളെ കുറിച്ച് കൂടി മാത്രം സൂചിപ്പിച്ച് ഞാൻ കപ്പപ്പാട്ടിലേക്ക് വരാം. നമുക്കറിയാം, കൈരളിയുടെ പൊട്ടിച്ചിരി എന്ന പേരിൽ അറിയപ്പെടുന്ന കുഞ്ചൻ നമ്പ്യാർ കേൾക്കാത്തവർ ആരും ഉണ്ടാവില്ല. അദ്ദേഹത്തിന്റെ സമകാലികനാണ്. കുഞ്ചൻ നമ്പ്യാരെ നമുക്ക് കൈരളിയുടെ പൊട്ടിച്ചിരി എന്ന് പറയാമെങ്കിൽ മലബാറിന്റെ പൊട്ടിച്ചിരി എന്ന് നമുക്ക് മുസ്ലിയാരെയും പറയാവുന്നതാണ്. കാരണം കുഞ്ചൻ നമ്പ്യാരുടെ പൊട്ടിച്ചിരി എന്ന് പറയുന്നത് അമ്പലപ്പുഴയുടെയും പരിസരങ്ങളിലും മാത്രം ആണ് നിന്നത്. പക്ഷേ കുഞ്ഞായി മുസ്ലിയാരുടേത് എന്ന് പറയുന്നത് മലബാറിൽ ഉടനീളം കുട്ടിഘോഷിക്കപ്പെടുന്ന ഒരു മണിക്കിലിക്കത്തിന്റെ പേരാണ് കുഞ്ഞായി മുസ്ലിയാർ എന്ന് പറയുന്നത്. അതുപോലെ നളചരിത മാട്ടക്കഥയിലൂടെ
ആട്ടക്കഥാ പ്രസ്ഥാനത്തിന് സമഗ്ര സംഭാവനകൾ നൽകിയ ഉണ്ണായി വാര്യർ കുഞ്ഞായി മുസ്ലിയാരുടെ സമകാലികനാണ്. മലയാള ഭാഷയുടെ വളർച്ചയിൽ സമഗ്ര സംഭാവനകൾ നൽകിയ ആർണോസ് പാതിരി, അദ്ദേഹത്തിന്റെ ചതുരന്ത്യം എന്ന് പറയുന്ന ഒരു കവിതയുണ്ട്, ഒരു പാട്ടുണ്ട്. അത് ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ഹിന്ദുക്കൾക്ക് പൂന്താന നമ്പൂതിരിയുടെ ജ്ഞാനപ്പാനെ പോലെ വളരെ ഒരു ഭക്തിഗീതമാണ്. അതിലും കപ്പൽ കടന്നു വരുന്നുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. അതുപോലെ കുചേലവൃത്തം വഞ്ചിപ്പാട്ടിന്റെ ഉപജ്ഞാതാവായിട്ടുള്ള രാമപുരത്ത് വാര്യർ, ഇവരൊക്കെ കുഞ്ഞായി മുസ്ലിയാരുടെ സമകാലികരാണ്. ഞാൻ ഈ സമകാലികരെ ഒക്കെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ പറയേണ്ടതാണ്. പക്ഷെ സമയപരിമിതി വെച്ചുകൊണ്ട് ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കുകയാണ്. ഇനി കപ്പപ്പാട്ടിന്റെ ഇതിവൃത്തത്തിലേക്ക് നമുക്ക് വരാം. എന്താണ് കപ്പപ്പാട്ടിന്റെ സാരാംശം? അതിന്റെ ഉള്ളടക്കം എന്താണ്? അതിന്റെ അന്തസാരം എന്താണ്? കപ്പൽ എന്ന് പറയുന്നത് ഒരു സങ്കല്പമാണ് കുഞ്ഞായി മുസ്ലിയാരെ സംബന്ധിച്ചിടത്തോളം. കുഞ്ഞായി മുസ്ലിയാർ കപ്പലിനെ മനുഷ്യനായി സങ്കല്പിച്ചുകൊണ്ട് എഴുതിയ പാട്ടാണിത്. 583 വരികളാണ് ഇതിൽ ഉള്ളത്. ഈരടികൾ എന്നോ മൊഴികൾ എന്നോ നമുക്ക് പറയാം. കപ്പൽ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് ഇന്ന് നമ്മൾ കാണുന്ന കപ്പലല്ല. ഇന്ന് കാണുന്ന കപ്പലിനെ മുൻനിർത്തിക്കൊണ്ട് കുഞ്ഞായി മുസ്ലിയാരുടെ കപ്പപ്പാട്ട് വായിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാവില്ല. കുഞ്ഞായി മുസ്ലിയാരുടെ കാലത്തുണ്ടായിരുന്ന കപ്പൽ അത് പായ്ക്കപ്പലാണ്. ഇംഗ്ലീഷിൽ ധോ എന്ന് പറയും, DHOW. ആ പായ്ക്കപ്പലിന്റെ ഘടന അത് നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരണം. അങ്ങനെ വന്നാൽ മാത്രമേ കപ്പപ്പാട്ടിനെ നമുക്ക് വായിക്കാൻ, നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. കുഞ്ഞായി മുസ്ലിയാർ പറയുന്നു, മനുഷ്യൻ കപ്പലാകുന്നു. പിന്നീട് ആ കപ്പലിന്റെ വ്യത്യസ്ത ഭാഗങ്ങൾ, അതിന്റെ അണിയം എന്ന് വെച്ചാൽ കപ്പലിന്റെ മുമ്പിലുള്ള ഭാഗം അത് മനുഷ്യന്റെ തലയാകുന്നു. കപ്പലിന്റെ മലക്കള്ളിപ്പത്തായ എന്ന് വെച്ചാൽ അതിന്റെ സാധനങ്ങളൊക്കെ സൂക്ഷിക്കുന്ന അതിന്റെ നിലവറ അത് മനുഷ്യന്റെ വയറാകുന്നു. കപ്പലിന്റെ അടിപ്പലക അത് മനുഷ്യന്റെ നട്ടെല്ലാകുന്നു. കപ്പലിൽ പ്രധാനപ്പെട്ട 9 ദ്വാരങ്ങളുണ്ട്, ഓട്ടകളുണ്ട്, അത് മനുഷ്യന്റെ ശരീരത്തിലെ നവദ്വാരങ്ങളാകുന്നു. കപ്പലിൽ ഒരുപാട് ആലാത്തുകളുണ്ട് എന്ന് വെച്ചാൽ വടം, കമ്പി, അങ്ങോട്ട് കെട്ടി ഇങ്ങോട്ട് മുറുക്കുന്ന ഒരുപാട് സാധനങ്ങൾ, കപ്പലിന്റെ വ്യത്യസ്തമായിട്ടുള്ള ഭാഗങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന വടം, കമ്പി തുടങ്ങിയുള്ള സംഗതികൾ, ഇത് മനുഷ്യന്റെ നാഡി ഞരമ്പുകളാകുന്നു. ഇങ്ങനെ ഒരു കപ്പലിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെ മനുഷ്യന്റെ എല്ലാ ശരീരത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളുമായി താരതമ്യം ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു കവിത രചിക്കാൻ ചുരുങ്ങിയത് 2 കാര്യം അറിയണം. ഒന്ന് മനുഷ്യന്റെ ശരീരത്തെക്കുറിച്ച് അറിയണം, മറ്റൊന്ന് കപ്പലിനെ കുറിച്ചും അറിയണം. സാമാന്യമായ അറിവുണ്ടായാൽ പോരാ, വളരെ അഗാധമായ അറിവുള്ള ഒരു പണ്ഡിതനെ സംബന്ധിച്ചിടത്തോളം മാത്രമേ കപ്പലിനെ ഇതിവൃത്തമാക്കിക്കൊണ്ട് ഇത്തരമൊരു ആഖ്യാനം രചിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് കപ്പപ്പാട്ടിലൂടെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നീട് കുഞ്ഞായി മുസ്ലിയാർ പറയുന്നു, മനുഷ്യൻ ഈ കപ്പൽ പുറപ്പെടുന്നത് ഒരു തുറമുഖത്ത് നിന്നാണ്, അത് അവസാനിക്കുന്നത് മറ്റൊരു തുറമുഖമാണ്. ഈ 2 തുറമുഖം എന്ന് പറയുന്നത് ജനനത്തോടുകൂടി ആരംഭിക്കുന്ന ഇഹലോകമാണ് ഒരു തുറമുഖം, മരണത്തോടുകൂടി ആരംഭിക്കുന്ന പരലോകമാണ് 2ാമത്തെ തുറമുഖം. അങ്ങനെ ജനന മരണങ്ങൾ ആകുന്ന 2 തുറമുഖങ്ങൾക്കിടയിലൂടെ വളരെ കുറച്ചു കാലത്തെ ഒരു കപ്പൽ യാത്രയാകുന്നു ജീവിതം എന്നാണ് കുഞ്ഞായി മുസ്ലിയാർ നമ്മെ പഠിപ്പിക്കുന്നത്. സമുദ്രത്തെ അദ്ദേഹം ജീവിതമായി കാണുന്നു, കപ്പലിനെ അദ്ദേഹം മനുഷ്യനായി കാണുന്നു. പിന്നെ കപ്പൽ പോകുന്ന സമയത്ത് തീരങ്ങളിലൊക്കെ ലൈറ്റ് ഹൗസുകൾ ഉണ്ടാവും, വിളക്കുമാടങ്ങൾ. കുഞ്ഞായി മുസ്ലിയാരുടെ ഭാഷയിൽ അത് മനുഷ്യന്റെ മരണത്തെ സൂചിപ്പിക്കുന്ന സൂചനകളാണത്. മനുഷ്യ കപ്പലിന് വഴികാട്ടുന്ന വിളക്കുമാടങ്ങൾ എന്ന് പറയുന്നത് കുല്ലു നഫ്സുൻ ദാഇഖത്തുൽ മൗത്ത് എന്ന് മനുഷ്യനെ നിരന്തരം ബോധ്യപ്പെടുത്തുന്ന മരണസൂചനകളാകുന്നു വിളക്കുമാടങ്ങൾ. ഈ നിലയിൽ കപ്പപ്പാട്ടിലൂടെ നമുക്ക് പോകാൻ സാധിക്കുമ്പോൾ കുഞ്ഞായി മുസ്ലിയാരുടെ പ്രതിഭ
കുഞ്ഞായി മുസ്ലിയാരുടെ അനന്യമായ ഭാവനാശേഷി, കുഞ്ഞായി മുസ്ലിയാരുടെ സർഗപരമായിട്ടുള്ള ആസ്തി നമുക്ക് കണ്ടെത്താൻ സാധിക്കും. മുസ്ലിയാർ പറയുന്നു, മനുഷ്യക്കപ്പൽ സമുദ്രത്തിലൂടെ അങ്ങനെ പോവാണ്. പോകുന്ന സമയത്ത് മനുഷ്യക്കപ്പലിന്റെ പ്രയാണത്തെ തടസ്സപ്പെടുത്തുന്ന 3 കടൽ കൊള്ളക്കാർ ഉണ്ട് എന്ന്. ഏതാണ് ഈ 3 കടൽ കൊള്ളക്കാർ? മാലും തടിയിച്ച ലോകർ ഈ 3ഉം, മൽഊനതെന്ന അസാസീലുമൊന്ന്. മനുഷ്യനാകുന്ന കപ്പലിന്റെ പ്രയാണത്തെ തടസ്സപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട 3 കടൽ കൊള്ളക്കാരെ മനുഷ്യക്കപ്പൽ ശ്രദ്ധിക്കേണ്ടതാകുന്നു. 1 മാൽ, പണത്തിനോടുള്ള അമിതമായ ആഗ്രഹം. 2 തടി, ശരീരത്തിന്റെ കാമനകൾ, ഭോഗലാലസത, ലൈംഗികതയോടുള്ള അമിതമായ തൃഷ്ണ. 3 ഇച്ഛ എന്ന് പറഞ്ഞാൽ അത്യാഗ്രഹം, വാങ്ങിക്കൂട്ടാനും വാരിക്കൂട്ടാനുമുള്ള വ്യഗ്രത. അതല്ലെങ്കിൽ ഇന്നത്തെ ഒരു കാലത്തിന്റെ ഭാഷയിൽ നിന്നുകൊണ്ട് നമ്മൾ സംസാരിച്ചാൽ ക്രെഡിറ്റ് കാർഡിന്റെയും ഡെബിറ്റ് കാർഡിന്റെയും ഇടയിൽ ജീവിതം കുരുങ്ങിപ്പോകുന്ന അവസ്ഥ, അതല്ലെങ്കിൽ നറുക്കെടുപ്പിനും സമ്മാന കൂപ്പണുകൾക്കുമിടയിൽ ജീവിതം സ്തംഭിച്ചു പോകുന്ന അവസ്ഥ എന്നൊക്കെ ഇതിനെക്കുറിച്ച് നമുക്ക് പറയാൻ സാധിക്കും. പണത്തിനോടുള്ള അമിതമായ ആഗ്രഹം, ലൈംഗികമായ തടിയുടെ തൃഷ്ണ. 3ാമത്തെ സംഗതി അത്യാഗ്രഹം. ഈ 3 കടൽ കൊള്ളക്കാർ മനുഷ്യക്കപ്പലിനെ വിഴുങ്ങാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ജാഗ്രത എന്ന് കുഞ്ഞായി മുസ്ലിയാർ അതിലെ യാത്രക്കാരോട് പറയാം. എന്ന് പറയുക മാത്രമല്ല കുഞ്ഞായി മുസ്ലിയാർ ചെയ്യുന്നത്, ഈ 3 കടൽ കൊള്ളക്കാർക്കെതിരെ 4 ആയുധങ്ങൾ നിങ്ങൾ കരുതി വെക്കണം എന്ന് കുഞ്ഞായി മുസ്ലിയാർ നമ്മോട് പറയുന്നു. ഏതാണ് ഈ 4 ആയുധങ്ങൾ? 1 തവക്കുൽ, അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുക. 2 ദിക്ർ, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, ദൈവ സ്മരണയിലെത്രേ മനഃശാന്തി എന്ന് കുഞ്ഞായി മുസ്ലിയാർ നമ്മെ ബോധ്യപ്പെടുത്തുന്നു. 2ാമത്തെ ആയുധം എന്ന് പറയുന്നത് ദിക്റാണ്. 3ാമത്തേത് സുഹൃദാണ്, ത്യാഗം. 1 തവക്കുൽ, 2 ദിക്ർ, 3 സുഹൂദ്, 4 ഷഹാദത്ത് എന്ന് പറയുന്നത് ഈമാനാണ്, രൂഢമായിട്ടുള്ള ഈമാൻ. ഈ 4 ആയുധം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ കടൽ കൊള്ളക്കാരെ, കടൽ യാത്രികർക്ക് നേരിടാൻ സാധിക്കും. അല്ലാമ മുഹമ്മദ് ഇഖ്ബാൽ അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഒരു കവിതയിൽ പറയുന്നുണ്ട്, ജിഹാദി ജിന്ദഗാനി മേ മർദോം കെ ശംസീർ, ഈമാനെ പൈഗാം അമലെ മഹകം മഹബ്ബത്തെ ഫാത്തിറെ ആലം. ജീവിതമാകുന്ന സമരത്തിൽ യോദ്ധാക്കളാകുന്ന ആൺകുട്ടികളുടെ കയ്യിൽ പിടിക്കേണ്ടത് 3 ആയുധങ്ങളാണ്. 1 കർമ്മധന്യമായ പ്രവർത്തനം, 2 രൂഢമായ വിശ്വാസം, 3 ലോകത്തെ അതിജീവിക്കുന്ന സ്നേഹം. എന്നാൽ കുഞ്ഞായി മുസ്ലിയാർ പറയുന്നു, പാപമംഗലമായ ജീവിതത്തിൽ നമുക്ക് അതിജീവിക്കണമെങ്കിൽ 4 ആയുധങ്ങൾ നമ്മുടെ കയ്യിൽ പിടിക്കണം, നമ്മുടെ മനസ്സുകളിൽ ഉണ്ടായിരിക്കണം. അത് തവക്കുൽ, ദിക്ർ, സുഹദ്, ഷഹാദത്ത് എന്നിവയാണ്. ഞാൻ കപ്പപ്പാട്ടിന്റെ ഉള്ളടക്കത്തിലേക്ക് കൂടുതൽ പോകുന്നില്ല. അതിലേക്ക് പോവുകയാണെങ്കിൽ വേറെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മിസ്സായി പോകും. അതുകൊണ്ട് കുഞ്ഞായി മുസ്ലിയാരുടെ കപ്പപ്പാട്ടിനെ ചുരുക്കി അതിന്റെ നട്ഷൽ എന്നുള്ള നിലയിൽ നമുക്ക് ഇങ്ങനെ പറയാവുന്നതാണ്, ഇതിന്റെ മൊത്തം അന്തസാരം പടച്ച തമ്പുരാൻ മനുഷ്യന് ജീവിക്കാൻ സുന്ദരമായ ഒരു ലോകം നൽകി, അത് അനുഭവിക്കാൻ ആവശ്യമായ ചെറിയ ഒരു ജീവിതവും നൽകി. ഈ സുന്ദരമായ ലോകത്ത് ജീവിക്കുമ്പോൾ വളരെ ജാഗരൂകരായി തീരുക, എന്നിട്ട് നല്ല സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട്, സുഹൃതങ്ങൾ ചെയ്തുകൊണ്ട് നിങ്ങൾ 2 ലോകത്തും ഒരുപോലെ വിജയിക്കുക എന്നാണ് കുഞ്ഞായി മുസ്ലിയാർ കപ്പപ്പാട്ടിലൂടെ നമ്മോട് പറയുന്ന സന്ദേശം. ഇനി
ഇതിന്റെ രചനാ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. കുഞ്ഞായി മുസ്ലിയാർക്ക് ഈ കപ്പൽ എന്ന് പറയുന്ന ആശയം എവിടുന്ന് കിട്ടി? ഇത് നാം ചർച്ച ചെയ്യപ്പെടേണ്ടുന്ന ഒരു വിഷയമാണ്. കപ്പലിനെ ഇതിവൃത്തമാക്കിക്കൊണ്ട് ഇത്തരമൊരു മഹത്തായ കാവ്യാഖ്യാനം നടത്താൻ കുഞ്ഞായി മുസ്ലിയാർക്ക് എവിടുന്നാണ് കിട്ടിയത്? എവിടുന്നാണ് കിട്ടിയിട്ടുള്ളത് ഈ ഇതിവൃത്തം? സാമാന്യമായി പറഞ്ഞു വരുന്നത് ഒരു കഥയാണ്, രണ്ട് കഥകളാണ്. വാസ്തവത്തിൽ രണ്ട് കഥ ഒന്നും പറയാൻ ഇവിടെ സമയമല്ല. ഒരു കഥ ഞാൻ സാമാന്യമായിട്ട് പറയാം, എന്നിട്ട് ആ കഥയിലെ കഥയില്ലായ്മ കൂടി തുറന്നു കാണിച്ചുകൊണ്ട് ഇതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കും. ഇങ്ങനെയാണ് കഥ പറയാറുള്ളത്. കുഞ്ഞായി മുസ്ലിയാർ പൊന്നാനിയിൽ ഓതുന്ന കാലത്ത് നൂറുദ്ദീൻ മഖ്ദൂമിന്റെ വീട്ടിലായിരുന്നു ചെലവ്, ഭക്ഷണം. അങ്ങനെ ഒരു ദിവസം രാത്രി കുഞ്ഞായി മുസ്ലിയാർ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്ന സമയത്ത് നൂറുദ്ദീൻ മഖ്ദൂമിന്റെ ഭാര്യ ചോദിച്ചു, കുഞ്ഞായി മുസ്ലിയാരോട് ചോദിച്ചു, കടക്കാൻ നേരത്തെ ചൊല്ലാൻ പറ്റിയ ഒരു നല്ല ദിക്ർ പറഞ്ഞു തരണം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഗുരു പത്നിയോട് പറഞ്ഞു, ഏലേ മാലേ ഏലേ മാലേ എന്ന് ചൊല്ലിയാൽ മതി. അങ്ങനെ കുറച്ച് ദിവസത്തിന് ശേഷം നൂറുദ്ദീൻ മഖ്ദൂം തന്റെ ഭാര്യ ഏലേ മാലേ ചൊല്ലുന്നത് കേട്ടു. അപ്പൊ ചോദിച്ചു, എന്താണ് നീ ചൊല്ലുന്നത്? അപ്പൊ പറഞ്ഞു, ഏലേ മാലയാണ് ചൊല്ലുന്നത്, കുഞ്ഞായി ഉസ്താദാണ് പറഞ്ഞു തന്നത് എന്നൊക്കെ പറഞ്ഞു. പിറ്റേ ദിവസം കുഞ്ഞായി മുസ്ലിയാർ നാസ്ത കഴിക്കാൻ വേണ്ടി വീട്ടിൽ വന്ന് നാസ്ത കഴിച്ച് തിരിച്ചു പോകുന്ന സമയത്ത് പിന്നിൽ നിന്ന് മഖ്ദൂം ചോദിച്ചു അത്രേ, കുഞ്ഞായിനെ നീ ആളെ കപ്പലാക്കുകയാണോ? തന്റെ ഗുരുനാഥന്റെ ഈ അർത്ഥഗർഭമായിട്ടുള്ള ഈ കമന്റിൽ നിന്ന് ആണ് അദ്ദേഹം കപ്പലിനെ ഇതിവൃത്തമാക്കി ഒരു കാവ്യം രചിക്കാൻ അദ്ദേഹത്തിന് നിമിത്തമായത് എന്നാണ് കഥ. വാസ്തവത്തിൽ വളരെ സുന്ദരമായ ഒരു കഥയാണ് ഈ കഥ. വളരെ കൗതുകകരമായിട്ടുള്ള ഭാവുകത്വങ്ങൾ ഒക്കെയുള്ള ഒരു കഥയാണ് ഈ കഥ. ഒരു കഥ എന്നുള്ള നിലക്ക് അത് അവിടെ നിന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒരു സാഹിത്യ സൃഷ്ടിയുടെ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ടുള്ള ഗൗരവമായ അക്കാദമികമായ ചർച്ചയിൽ ഈ കഥയിൽ ഒരു കഥയുമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്ന് വെച്ചാൽ സാമാന്യ യുക്തിബോധത്തിൻ്റെയും ശരാശരി ചരിത്രബോധത്തിൻ്റെയും പശ്ചാത്തലത്തിൽ വെളിച്ചത്തിൽ നമുക്കറിയാം ഈ കഥ എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഒരു കഥയുമില്ലാത്ത കഥയാണ്. പൊന്നാനി ക്രിസ്താബ്ദം 16-ാം നൂറ്റാണ്ട് മുതൽ വിജ്ഞാനത്തിന്റെ തലസ്ഥാന നഗരിയാണ്, മലബാറിലെ മക്കയാണ്, നമുക്കറിയാം. 18-ാം നൂറ്റാണ്ട് ആയപ്പോഴത്തേക്ക് പൊന്നാനി അതിന്റെ വിജ്ഞാനത്തിന്റെ ഏറ്റവും വലിയ പാരമ്യതയിലെത്തിയ സമയമാണ്. ഈ 18-ാം നൂറ്റാണ്ടിൽ അവിടെ ഉണ്ടായിരുന്ന ഷെയ്ഖ് നൂറുദ്ദീൻ മഖ്ദൂമിന്റെ പത്നിക്ക് പോലും ഏലേമാല എന്ന് പറയുന്നത് അതൊരു സുബ്ഹാനല്ലാഹ് എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ പരിജ്ഞാനം പോലും ഉണ്ടായിരുന്നില്ല എന്നാണ് ഈ കഥ മുഖവിലക്കെടുത്താൽ നമുക്കുണ്ടായിത്തീരുന്ന ഭവിഷ്യത്ത്. അതുകൊണ്ട് പിന്നെ എവിടുന്ന് കിട്ടി? അതിന് ഉത്തരം നമ്മൾ കണ്ടെത്തുവാണ്. 4 സാധ്യതകൾ ഞാൻ ചുരുക്കി പറയാം. നമ്പർ 1, കുഞ്ഞായി മുസ്ലിയാർ തലശ്ശേരിയിലാണ് ജനിച്ചത്, പൊന്നാനിയിലാണ് പഠിച്ചതും വളർന്നതും വലുതായതും. രണ്ടും തുറമുഖ പ്രദേശമാണ്. ഇക്കാലത്ത് ധാരാളം കപ്പലുകളും പായ്ക്കപ്പലുകളും പത്തേമാരികളും അതിന്റെ ക്രയവിക്രയങ്ങൾ നടത്തുന്ന 2 സങ്കേതങ്ങളാണ് പൊന്നാനിയും തലശ്ശേരിയും. എന്ന് വെച്ചാൽ കുഞ്ഞായി മുസ്ലിയാരുടെ ജീവിതത്തോട് ചേർന്ന് നിന്ന ഒരു അനുഭവമാണ് കപ്പൽ. ആ കപ്പൽ തന്നിലുണ്ടാക്കിയ അനുഭവത്തെ അതിന്റെ ഒരു പശ്ചാത്തലമാക്കി ഇതിവൃത്തമാക്കി കവിത ചമച്ചതാവാനല്ലേ സാധ്യത? നമ്പർ 1. നമ്പർ 2, കുഞ്ഞായി മുസ്ലിയാർ എന്ന് പറയുന്നത് ഒരു മതപണ്ഡിതനാണ്, ഖുർആൻ പണ്ഡിതനാണ്. പരിശുദ്ധ ഖുർആനിൽ 31 പ്രാവശ്യമെങ്കിലും കപ്പലിനെ കുറിച്ചുള്ള പരാമർശം കാണാം എന്ന് ഖുർആനിക പണ്ഡിതന്മാർ പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. വആയത്തുൽ ലഹും അന്നാ ഹമൽനാ ദുർരിയതഹും ഫിൽ ഫുൽക്കിൽ മശൂൻ വഖലഖനാ ലഹും മിൻ മിസ്ലിഹി മാ യർകബൂൻ. മനുഷ്യനെയും അവന്റെ ചരക്കുകളെയും വഹിച്ചു കൊണ്ടുപോകുന്ന കപ്പലിനെ അതൊരു ചിന്തയുടെ സമ്മർഗമായി ഖുർആൻ ഉപയോഗിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. നൂഹ് നബിയുടെ കപ്പൽ അപ്പുറത്തുണ്ടല്ലോ. ഇതിൽ ഏതെങ്കിലും ഒരു ആയത്ത് ആയിക്കൂടെ കുഞ്ഞായി മുസ്ലിയാരെ സംബന്ധിച്ചിടത്തോളം കപ്പപ്പാട്ട് രചിക്കാനുള്ള ഒരു കാരണം ആകാവുന്നതാണ്. ഇനി 3ാമത്തെ സാധ്യത എന്ന് പറയുന്നത് കുഞ്ഞായി മുസ്ലിയാരെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞായി മുസ്ലിയാരുടെ ഗുരുനാഥന്മാരുടെ പരമ്പര ഇങ്ങനെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ 2 തലമുറക്ക് മുമ്പ് വരുന്ന അദ്ദേഹത്തിന്റെ ഗുരുനാഥനാണ് ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം കബീർ ഒന്നാമൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ വിശ്രുതമായിട്ടുള്ള ഗ്രന്ഥമാണ് ഹിദായത്തുൽ അദ്കിയ ഇലാ ത്വരീഖത്തുൽ ഔലിയ. നമുക്കറിയാം ഈ അദ്കിയ പണ്ട് 6ാം ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് മദ്രസയിൽ.
അതില് ഒരു പരാമർശമുണ്ട്, ഇന്ന ശരീഅ കസഫീന കൽ ബഹരി സുമ്മ ഹഖീഖത്തുൻ ദുർറുൻ ഗല മൻ റാമ ദുർറൻ ലിസഫീനതി യർകബ് വയഗൂസു ബഹറൻ സുമ്മ ദുർറൻ ഹസ്സലാ. ഇന്ന ശരീഅ കസഫീന, തീർച്ചയായും ശരീഅത്ത് എന്ന് പറയുന്നത് കപ്പൽ പോലെയാകുന്നു, തെരീക്കത്ത് എന്ന് പറയുന്നത് സമുദ്രം പോലെയാകുന്നു. അതുകൊണ്ട് മൻ റാമ, ആരെങ്കിലും ആഗ്രഹിച്ചാൽ, ദുർറൻ ഹഖീഖത്താകുന്ന മുത്തുകളെ ആരെങ്കിലും ആഗ്രഹിച്ചാൽ, വയഗൂസു ബഹറൻ, അവൻ സമുദ്രത്തിൽ മുങ്ങട്ടെ. എന്നാൽ സുമ്മ ദുർറൻ ഹസ്സല, അവന് ഹഖീഖത്താകുന്ന മുത്തുകളാകുന്ന ഹഖീഖത്തുകൾ അവന് കൈവല്യമായി തീരും എന്ന് ശൈഖ് ഹുസൈനുദ്ദീൻ മഖ്ദൂമിന്റെ ഹിദായത്തുൽ അദ്കിയിൽ വിശദീകരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു ഹിദായത്തുൽ അദ്കിയ കുഞ്ഞായി മുസ്ലിയാർ പഠിച്ചിട്ടുണ്ട്, കുഞ്ഞായി മുസ്ലിയാരെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ഹിദായത്തുൽ അദ്കിയ അദ്ദേഹത്തിൽ ഉണ്ടാക്കിയ ഒരു സ്വാധീനം, ആ നിലയിൽ ഹിദായത്തുൽ അദ്കിയയുടെ സ്വതന്ത്രമായ ഒരു കാവ്യ വിവർത്തനമല്ലേ ഇദ്ദേഹത്തിന്റെ കപ്പപ്പാട്ട്? അങ്ങനെയും നമുക്ക് ചിന്തിക്കാവുന്നതാണ്. നാലാമത്തെ വിഷയം, നാലാമത്തെ സാധ്യത, സൂഫി ജ്ഞാനബോധത്തിലും സൗന്ദര്യബോധത്തിലും കപ്പൽ എന്ന് പറയുന്ന പരികൽപ്പന അത് വളരെ പുതിയ ഒരു സംഗതിയൊന്നുമല്ല. അത് കുഞ്ഞായി മുസ്ലിയാരോട് കൂടി ആരംഭിച്ച ഒരു സംഗതിയൊന്നുമല്ല. അതിനു മുമ്പും ഈ കപ്പലിനെ കുറിച്ചുള്ള പരികൽപ്പന നമുക്ക് കാണാൻ സാധിക്കും. അസീം റോയ് എന്ന് പറയുന്ന ചരിത്രകാരനുണ്ട്. അദ്ദേഹം ബംഗാളിലെ പാരമ്പര്യ മുസ്ലിങ്ങളെ കുറിച്ച്, ഈ പാരമ്പര്യ രചനകളെ കുറിച്ച് നടത്തിയ ഒരു പഠനത്തിൽ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന ഹാജി ഉമർ, ഹാജി മുഹമ്മദ്, അബ്ദുൽ ഹാക്കിം തുടങ്ങിയ 16-ാം നൂറ്റാണ്ടിലെ പണ്ഡിതന്മാരുടെ രചനയിൽ ശരീഅത്തിനെ കപ്പലായി, തെരീഖത്തിനെ കടലായും, ഹഖീഖത്തിനെ തീരമായും, പങ്കായത്തെ മാരിഫത്തായും ഒക്കെ പരിഗണിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, സൂഫി ആയിട്ടുള്ള കുഞ്ഞായി മുസ്ലിയാരെ സംബന്ധിച്ചിടത്തോളം ഈ സൂഫി ലോകത്തുള്ള ഇത്തരം പരികൽപ്പനകൾ തന്നെ ധാരാളമാണ്. ഇമാം അബൂ ഹാമിദ് അൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ കീമിയ സആദയിൽ മുസ്ലിം, മുഅ്മിൻ, മുഹ്സിൻ, ഈ 3 സംജ്ഞകളെ അദ്ദേഹം വിശദീകരിക്കുന്നത് ഒരു കപ്പലിൽ സഞ്ചരിക്കുന്ന 3 സംഘത്തോടാണ്. ആ കഥ വളരെ മനോഹരമാണ്. ആ കഥ ഞാൻ ഇവിടെ പറയില്ല, കാരണം സമയം ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, കുഞ്ഞായി മുസ്ലിയാരെ സംബന്ധിച്ചിടത്തോളം കപ്പപ്പാട്ട് രചിക്കാനുള്ള കാരണം ഏലേമാലെ എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ഇതിൽ ഏതെങ്കിലും ഞാൻ പറഞ്ഞ 4 സാധ്യതകളുമായി ബന്ധപ്പെടുത്തി മനസ്സിലാക്കുന്നതായിരിക്കും കൂടുതൽ യുക്തിസഹം, അക്കാദമികം എന്ന് എനിക്ക് തോന്നുന്നു. ഇനി കുഞ്ഞായി മുസ്ലിയാരുടെ കാവ്യ വീക്ഷണം. കുഞ്ഞായി മുസ്ലിയാരുടെ ഈ കപ്പപ്പാട്ടിനെ കുറിച്ച് 1-2 പ്രത്യേകതകൾ കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. എന്താണ് ഈ കപ്പപ്പാട്ടിന്റെ പ്രത്യേകത? ഒന്നാമത്തെ വിഷയം, ഇത് ആത്മീയ തത്വചിന്തയിലൂന്നിയ കാവ്യമാണ്. ആത്മീയ തത്വചിന്തയിലൂന്നിയിട്ടുള്ള കാവ്യമാണിത്. ഇതിലൊക്കെ പറയുന്ന കാര്യം വളരെ ചിന്തോദ്യോപകമാണ്. നാട്ടിലൂടെ തമാശകൾ പറഞ്ഞ് ജനങ്ങളെ ചിരിപ്പിച്ച ഒരു മുസ്ലിയാരാണ്. അദ്ദേഹത്തിന്റെ കൃതികളിൽ എവിടെയും ഒരു തമാശ ഇല്ല എന്ന് നാം മനസ്സിലാക്കണം. കുഞ്ഞായി മുസ്ലിയാർ എന്തിനാണ് 18-ാം നൂറ്റാണ്ടിൽ തമാശ പറഞ്ഞിരുന്നത്? അതും ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. ഇന്ന് ടിൻഡുമോന്റെ വിറ്റുകളൊക്കെ അതൊരു ആഘോഷമായി കൊണ്ടാടുന്ന ഒരു സമൂഹത്തില് കുഞ്ഞായി മുസ്ലിയാരുടെ ഹാസ്യം അതെന്താണ് എന്നുള്ള കാര്യം ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. അതൊരു കലാപ ഭാഷയാണ്. അതിലൊരു സമരമുണ്ട്, അതിലൊരു പോരാട്ടമുണ്ട്. ഹാസ്യത്തെയും ഫലിതത്തെയും പോരാട്ടമായി വികസിപ്പിച്ച ഒരുപാട് മഹാന്മാരായിട്ടുള്ള പ്രതിഭാശാലികൾ കുഞ്ഞായി മുസ്ലിയാർക്ക് മുമ്പ് കടന്നുപോയിട്ടുണ്ട്. കുഞ്ഞായി മുസ്ലിയാരെ കണ്ണു ചേർക്കപ്പെടേണ്ട സ്പേസ് അവിടെയാണ്. ഹാറൂൺ റഷീദ് ചക്രവർത്തിയുടെ കൊട്ടാരത്തിൽ ഉണ്ടായിരുന്ന ബുലൂൽ എന്ന് പറയുന്ന ഒരു ഹാസ്യകാരനായിട്ടുള്ള ഒരു തത്വചിന്തകനുണ്ടായിരുന്നു. ഹാറൂൺ റഷീദ് ചക്രവർത്തിക്ക് പലപ്പോഴും രാജ്യനിയമങ്ങൾ നടപ്പിലാക്കാൻ ബുലൂലിന്റെ സാന്നിധ്യം, രസകരമായ ഇടപെടൽ കാരണമായിരുന്നു എന്ന് ചരിത്രകാരന്മാർ ഫിലിപ്പ് കെ ഹിറ്റിയെ പോലുള്ള ആളുകൾ സൂചിപ്പിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. അക്ബറിന്റെ കൊട്ടാരത്തിൽ ബീർബൽ ഉണ്ടായിരുന്നു, ഹാസ്യകാരനാണ്. കുഞ്ചൻ നമ്പ്യാർ. അപ്പൊ ഇവരൊക്കെ വലിയ പോരാട്ടക്കാരായി നമ്മൾ കാണും. പക്ഷെ കുഞ്ഞായി മുസ്ലിയാരെ നമ്മളോ
വെറും ഒരു ലീക്കി വീരാൻ, അതല്ലെങ്കിൽ ഒരു MIT മൂസ. കുഞ്ഞായി മുസ്ലിയാരെ കുറിച്ചുള്ള തമാശകൾ പറഞ്ഞ് അക്കോലത്തില് നമ്മൾ മൂപ്പരാക്കി മാറ്റിയിട്ടുണ്ട്. അദ്ദേഹത്തെ നാം എന്നോ ചരിത്രവൽക്കരിക്കേണ്ടതായിരുന്നു, അതിന് നമുക്ക് സാധിച്ചിട്ടില്ല. ഞാൻ ഈ അടുത്ത കാലത്തായി കപ്പപ്പാട്ട്, നൂൽമദ്ഹ്, നൂൽമാല, ഇതാണ് അദ്ദേഹത്തിന്റെ 3 കൃതികൾ. ഇതിന് ഒരു പഠനം തയ്യാറാക്കി എത്തിയപ്പോൾ സമയത്ത് എന്നോട് പല പ്രഗത്ഭരായിട്ടുള്ള ആളുകളും പറഞ്ഞു, വാസ്തവത്തിൽ ഈ പുസ്തകം വായിച്ചിട്ട് ഞങ്ങൾ അസ്താഫിറുള്ള എന്ന് പറഞ്ഞു പോയിട്ടുണ്ട്. കാരണം കുഞ്ഞായി മുസ്ലിയാരെ കുറിച്ച് പല രാഷ്ട്രീയത്തിലുള്ള പല ഹാജിമാരെ കുറിച്ചൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ, ഇങ്ങനെ പലതും പറഞ്ഞു പോയിട്ടുണ്ട്. വാസ്തവത്തിൽ ഇത്തരം റേഞ്ച് ഉള്ള ഒരു മനുഷ്യനാണ് ഇദ്ദേഹം എന്ന് നമുക്ക് അറിയാതെ പോയി എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു വരുന്നത് SSFനെ പോലെയുള്ള സംഘടനകൾ ചെയ്യേണ്ടത് നമ്മളുടെ ഇതുപോലുള്ള സാംസ്കാരികമായിട്ടുള്ള ആസ്തികളെ നമുക്ക് കൊണ്ടുവരണം. മാർട്ടിൻ ബെർണലിന്റെ ഒരു പ്രസിദ്ധമായ വചനം ഞാൻ ഓർത്തു പോകുന്നു. കൊളോണിയലിസത്തിനെതിരെയുള്ള സമരം പൂർണ്ണമാകണമെങ്കിൽ നമ്മുടെ ഭൂതകാല പാരമ്പര്യത്തെ നമുക്ക് വീണ്ടെടുക്കണം. ഭൂതകാല പാരമ്പര്യത്തെ വീണ്ടെടുക്കാതെ കൊളോണിയലിസത്തിനെതിരെയുള്ള സമരം അത് ശക്തമാവില്ല, അത് പൂർണ്ണമാകില്ല എന്ന മാർട്ടിൻ ബെർണലിന്റെ ചിന്തകൾ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നു. ആ നിലയിൽ കുഞ്ഞായി മുസ്ലിയാരെ മാത്രം കണ്ടാൽ പോരാ, ശുജായി മൊയ്ത് മുസ്ലിയാരുടെ സഫലമാല ഈ മലയാള സാഹിത്യത്തിന്റെ ഭാഗമായി നമുക്ക് കൊണ്ടുവരണം. മലയാള സാഹിത്യം വളരെ സമഗ്രമാണ്, പക്ഷെ അവിടെ കുഞ്ഞായി മുസ്ലിയാരില്ല. മലയാള സാഹിത്യം വളരെ ജോറാണ്, പക്ഷേ അവിടെ കുഞ്ഞായി മുസ്ലിയാർ, അവിടെ ശുജായി മൊയ്ത് മുസ്ലിയാരുടെ സഫലമാല സാര സംഗ്രഹം, സകലമാല സാര സംഗീതം ഇല്ല. ഇതെന്ത് ജനാധിപത്യമാണ്? ഇതെന്ത് ഭാഷയുടെ ജനാധിപത്യ വൽക്കരണമാണ്? അതുകൊണ്ട് മലയാള ഭാഷ അതിന്റെ ജനാധിപത്യ സ്വഭാവം വീണ്ടെടുക്കണമെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള സ്രോതസ്സുകൾ നാം കണ്ടെത്തുകയും അതിനെക്കുറിച്ച് പഠനങ്ങൾ നടത്തുകയും പുനർവായന നടത്തുകയും അത് പൊതുസമൂഹത്തിന് മുമ്പാകെ അവതരിപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്ന ഒരു ചിന്ത കൂടി ഇവിടെ ഞാൻ പങ്കുവെക്കുകയാണ്. ഈ കപ്പപ്പാട്ടിന്റെ മറ്റൊരു പ്രത്യേകത ജനകീയതയാണ്. ജനകീയ കാവ്യമാണിത്. എന്ന് വെച്ചാൽ കപ്പൽ, കടൽ, പങ്കായം, പാല്, തേന്, കൊടിമരം, സ്രാവ്, ഇങ്ങനെ സാധാരണക്കാരനായിട്ടുള്ള മനുഷ്യന്മാരോട് ചേർന്ന് നിൽക്കുന്ന പ്രതീകങ്ങളെ ആണ് കുഞ്ഞായി മുസ്ലിയാർ കപ്പപ്പാട്ടിൽ ഉപയോഗിക്കുന്നത്. 16-ാം നൂറ്റാണ്ടിലും 17-ാം നൂറ്റാണ്ടിലും ഒക്കെയുള്ള മണിപ്രവാള കൃതികൾ നമ്മളെടുത്ത് വായിക്കുക. അമിതമായ സംസ്കൃതവൽക്കരണമാണ്. സാധാരണക്കാരനെ അത് മനസ്സിലാക്കാൻ കഴിയില്ല. ഇനി മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് വെക്കുക, അതിലെന്താ ഉള്ളത്? നാരീസ്തുതി, സ്ത്രീകളുടെ അംഗപ്രത്യയ വർണ്ണന, ഭോഗവർണ്ണന. ഇവിടെയാണ് കുഞ്ഞായി മുസ്ലിയാർ വിഭക്തിക്ക് പകരം ഭക്തിയെ ഒരു കാവ്യബിംബമായി കൊണ്ടുവരികയും അതിനെ ഒരു ദർശനമായി അവതരിപ്പിക്കുകയും ചെയ്യുന്നത്. കുഞ്ഞായി മുസ്ലിയാരുടെ പാട്ടിലൂടെ നമ്മൾ ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, കണ്ടിട്ടറിവാനോ കണ്ണില്ല പൊട്ട, കരുണർ ചൊന്ന ചൊൽ കേട്ടില്ല പൊട്ട, പണ്ടുള്ളോർ ചൊല്ലിൽ പതിരുണ്ടോ പൊട്ട, പൈതന്ന പാലിൽ കയ്പുണ്ടോ പൊട്ട, തേനിൽ മതിർത്തോ കറ ഭാഷ പൊട്ട, പട്ടം പൊളിഞ്ഞാൽ പറക്കൂമ പൊട്ട, പാലം മുറിഞ്ഞാൽ കടക്കാമ പൊട്ട, കേട്ടാലും കേട്ടില്ല പൊട്ട. കണ്ടിട്ടറിയുവാനോ കാണില്ല പൊട്ട, കണ്ടിട്ടറിയുവാനോ കണ്ണില്ല പൊട്ട. നീ നിന്റെ ജീവിതത്തിൽ കണ്ടറിയുന്ന കാര്യങ്ങളെ, അതിൽ നിന്ന് പാഠങ്ങൾ മനസ്സിലാക്കാൻ നിനക്ക് സാധിക്കുന്നില്ലെങ്കിൽ കാണാത്ത കാര്യങ്ങളെ നിനക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും എന്നാണ് കുഞ്ഞായി മുസ്ലിയാർ ചോദിക്കുന്നത്. ഇത് വാസ്തവത്തിൽ 2 ദർശനമാണ്. കാണുന്ന കാഴ്ചകളും കാണാത്ത കാഴ്ചകളും 2 ദർശനമാണ്. ഏതാ കാണാത്ത കാഴ്ചകൾ? കാണാത്ത കാഴ്ചകൾ അള്ളാഹുവിന്റെ ആസ്തിക്യം, ഗൈബിലുള്ള വിശ്വാസം, മഹ്ശറ, ഖബർ, സ്വർഗം, നരകം. ഇതൊക്കെ കാണാത്ത കാര്യങ്ങളാണ്. സാമാന്യ ജീവിതത്തിൽ നേരിട്ട് കാണാൻ സാധിക്കാത്ത കാര്യങ്ങളാണ്. ഇതിൻ്റെയൊക്കെ പൊരുൾ നിനക്ക് മനസ്സിലാക്കണമെങ്കിൽ കണ്ടാലറിയുന്ന കാര്യങ്ങളിൽ നിന്ന് ഈ പാഠങ്ങൾ പഠിക്കണം എന്നാണ് കുഞ്ഞായി മുസ്ലിയാർ പറയുന്നത്. എന്ന് വെച്ചാൽ മൻ അറഫ നഫ്സഹു വഖദ് അറഫ റബ്ബഹു, സ്വന്തം ശരീരത്തെ തിരിച്ചറിഞ്ഞാൽ, അതിന്റെ സാധ്യതകളെ തിരിച്ചറിഞ്ഞാൽ അള്ളാഹുവിനെ കണ്ടെത്തി. ഈ ഭാഗം
1.5 നൂറ്റാണ്ട് കഴിഞ്ഞ് ശുജായി മൊയ്ത് മുസ്ലിയാർ അദ്ദേഹത്തിന്റെ സഫലമാല സാരസംഗ്രഹം സകലമാല സാരസംഗീതം എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹം പാടുന്നുണ്ട്, ഉറിയിൽ നിറകുടം വെച്ചു നീ കുടിനീരിനായി അലയുന്നു. ഉറിയിൽ നിറകുടം വെച്ചു നീ കുടിനീരിനായി അലയുന്നു. കുടിയിൽ തീ നിറഞ്ഞു കത്തുമ്പോഴും തീ തെരഞ്ഞു നീ അലയുന്നു. ഉറിയിൽ നിറകുടം വെച്ച് നീ കുടിനീരിനായി അലയുന്നു. നമ്മുടെ വീട്ടിന്റെ അടുക്കളന്റെ ഉള്ളില് ഉറിന്റെ മുകളില് ദാഹജലം കൊണ്ടേ വെച്ചിട്ടുണ്ട്. എന്നിട്ടും ദാഹജലത്തിന് വേണ്ടി നമ്മൾ ഇങ്ങനെ തെരയാണ്. നമ്മുടെ അടുപ്പില് തീ കത്തുന്നുണ്ട്, നിറഞ്ഞു കത്തുന്നുണ്ട്, അപ്പോഴും തീ തെരഞ്ഞു നാം അലയാണ്. എന്ന് വെച്ചാൽ അള്ളാഹുവിനെ കണ്ടെത്താനുള്ള സർവസാധ്യതകളും നിന്നിൽ തന്നെ അന്തസ്ഥിതമായിരിക്കെ, നിന്റെ ചുറ്റുവട്ടങ്ങളിൽ തന്നെ ലീനമായിരിക്കെ, പിന്നെ നീ ആത്മീയത അന്വേഷിച്ചുകൊണ്ട് നീ നിന്റെ സമയം പാഴാക്കുന്നു എന്ന മഹത്തായ തത്വമാണ് കുഞ്ഞായി മുസ്ലിയാർ നമ്മോട് നൽകുന്നത്. ഇനി കുഞ്ഞായി മുസ്ലിയാരുടെ ഭാഷയെക്കുറിച്ച് കൂടി ഒരു പരാമർശം നടത്തി ഞാൻ അവസാനിപ്പിക്കാം. ഇപ്പൊ കുഞ്ഞായി മുസ്ലിയാരുടെ ഭാഷ വളരെ സങ്കീർണമാണ്, സാധാരണക്കാരന് മനസ്സിലാക്കാൻ കഴിയില്ല. ഓതി ഓതി അറിന്തതേ ഉറവാല ഊറി നിറന്തതേ, ഓതി ഓതി അറിന്തതേ ഉറവാല ഊറി നിറന്തതേ, പൂതി പൂതി കവിന്തതേ പുതുവാണ്ട പോതം മികച്ചതേ, ചാതി ചേതി അറിന്തതേ ചമയപ്പൊരുൾ വശി കണ്ടതേ. ഇതുപോലെ മനസ്സിലായോ? ഓതി ഓതി അറിന്തതേ. ഇത് ഷെയ്ഖ് ജീലാനിയെ കുറിച്ച് പറയാൻ അദ്ദേഹത്തിന്റെ നൂൽമാലയിൽ ഒരു ഭാഗം. ഷെയ്ഖ് അവറുകളെ കുറിച്ച് ഒരാള് പഠിച്ച് പഠിച്ച് മുന്നോട്ട് പോയാൽ ഓതി ഓതി അറിന്തതേ ഉറവാല ഊറി നിറന്തതേ, ഷെയ്ഖ് അവറുകൾ ഒരു ഉറവയായി സ്നേഹമായി നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു വരും. അങ്ങനെ ഷെയ്ഖ് അവറുകൾ ഒരു സ്നേഹത്തിന്റെ അമൃതായി നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു വന്നാൽ പുതുവാണ്ട പോതം മികച്ചതേ. ഒരുപാട് പോതം എന്ന് പറഞ്ഞാൽ തമിഴ് വാക്കാണ്, അത് കഠിന തമിഴാണ്, ചെന്തമിഴല്ല. എന്ന് വെച്ചാൽ അനുഭവം. അങ്ങനെ ഷെയ്ഖ് അവറുകൾ ഒരു സ്നേഹത്തിന്റെ ജ്വാലയായി നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വന്നാൽ പുതിയ പുതിയ അനുഭവങ്ങൾ, ആത്മീയമായ അനുഭവങ്ങൾ നിങ്ങളിൽ ഉരുത്തിരിയും. അങ്ങനെ പുതിയ പുതിയ അനുഭവങ്ങൾ നിങ്ങളിൽ ഉണ്ടായാൽ ചാതി ചേതി അറിന്തതേ. ചാതി എന്ന് പറഞ്ഞാൽ ഹൃദയം, ചേതി സുന്ദരമായ ഒരു ഹൃദയം നിങ്ങൾക്കുണ്ടായിത്തീരും. അങ്ങനെ സുന്ദരമായ ഒരു ഹൃദയം നിങ്ങൾക്കുണ്ടായിത്തീർന്നാൽ ചമയപ്പൊരുൾ വശി കണ്ടതേ, സുന്ദരമായ ഒരു വഴി അഥവാ ഖാദിരി തരീഖത്തിന്റെ ജ്ഞാനമാർഗം നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും കൂട്ടരെ. അതുകൊണ്ട് ഷെയ്ഖ് അവറുകൾ കുഞ്ഞായി മുസ്ലിയാർ നമ്മെ വിളിച്ചത് ഖാദിരി തരീഖത്തിന്റെ തെളിനീരിലേക്കാണ്. മാപ്പിള സാഹിത്യത്തിന്റെ അടിയാധാരം സൂഫിസമാണ് എന്ന് ഒറ്റ വാക്കിൽ ഞാൻ അവസാനിപ്പിക്കും. ഇനി കുഞ്ഞായി മുസ്ലിയാരുടെ ഈ കപ്പപ്പാട്ടിനെ കുറിച്ച് ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞു നിർത്താം. ഈ കപ്പപ്പാട്ടിന്റെ സ്വാധീനത, ഒരു കൃതിയുടെ സ്വാധീനത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാലം നിലനിൽക്കും. അത് ആ കൃതിയുടെ ശക്തിയാണ്, അത് ആ ഗ്രന്ഥകാരന്റെ ഭാഷയുടെ ശക്തിയാണ്. എന്തുകൊണ്ടാണ് കുഞ്ഞായി മുസ്ലിയാർ ഇത്തരത്തിലുള്ള ഒരു സങ്കീർണ ഭാഷ രചിച്ചത്? ഇതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇത് 2 ഘടകങ്ങളാണ് ഇതിനുള്ളത്. ഒന്ന്, സംസ്കൃത കേന്ദ്രീകൃതമായ അറിവാധികാര പരിസരം എന്ന് വെച്ചാൽ ആ കാലത്ത് സാഹിത്യ വ്യവഹാരങ്ങൾ നടത്തിയിരുന്ന ആളുകൾ സംസ്കൃത പദങ്ങൾ വെച്ചിട്ടാണ് നടത്തിയിരുന്നത്. അപ്പൊ അതിനെ അതിജീവിക്കണമെങ്കിൽ സാഹിത്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളത് മാത്രമല്ല, ഞങ്ങൾക്കും അതിൽ പല കസർത്തുകളും സാധിക്കും എന്ന് അവരെ ബോധ്യപ്പെടുത്തുകയും അതൊരു സമരമായി മാർക്കുകയും അതൊരു പോരാട്ടത്തിന്റെ ഭാഷ അതിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ പടിഞ്ഞാറിന്റെ കോളനിവൽക്കരണം, അതിന്റെ ജ്ഞാനവ്യവസ്ഥ, അതിനെതിരെയുള്ള വിസമ്മതം ഇതിൽ കാണാൻ സാധിക്കും. മാർക്സിസ്റ്റ് ഇറ്റാലിയൻ ചിന്തകനായിട്ടുള്ള അന്റോണിയോ ഗ്രാംഷി അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തിൽ പറയുന്നുണ്ട്, യഥാർത്ഥ വിപ്ലവകാരിയെ സംബന്ധിച്ചിടത്തോളം, യഥാർത്ഥ പരിഷ്കർത്താവിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഒരുപാട് കാര്യങ്ങൾ തിരുത്തേണ്ടി വരും. അതിലൊരു പ്രധാനപ്പെട്ട കാര്യമാണ് സമൂഹത്തിൽ കടന്നുകൂടിയിട്ടുള്ള വരേണ്യമായിട്ടുള്ള സാമാന്യബോധങ്ങൾ. അതോടൊപ്പം തന്നെ ഭാഷയിലും ഭാവനയിലും കടന്നുകൂടിയിട്ടുള്ള അതീശത്വങ്ങൾ, അതിനെ തകർക്കേണ്ടി വരും. കുഞ്ഞായി മുസ്ലിയാർ തകർത്തു. ഇവിടുത്തെ ബ്രാഹ്മണ മേധാവിത്വത്തെയും സംസ്കൃതമായിട്ടുള്ള സംസ്കൃതവൽക്കരണത്തെയും അദ്ദേഹത്തെ സ്വന്തമായ ഒരു ഭാഷ മലയാളത്തിൽ കൊണ്ടുവന്ന് ഭാവന കൊണ്ടുവന്ന് അദ്ദേഹം തിരുത്തി.
അപ്പൊ കുഞ്ഞായി മുസ്ലിയാർ എന്ന് പറയുന്നത് ഒരു തിരുത്തൽ ശക്തി കൂടിയാണ്. ഇദ്ദേഹത്തിന്റെ ഈ കപ്പപ്പാട്ട് പിന്നീട് വന്നിട്ടുള്ള മോയിൻകുട്ടി വൈദ്യർ അദ്ദേഹത്തിന്റെ കൃതികളിൽ അതൊരു താളമായി സ്വീകരിച്ചിട്ടുണ്ട്. നമുക്ക് കാണാൻ സാധിക്കും ബദറുൽ മുനീറിലെ 29-ാമത്തെ ഇശൽ, സലീഖത്ത് പടപ്പാട്ടിലെ 26-ാമത്തെ ഇശൽ, മലപ്പുറം കിസ്സപ്പാട്ടിലെ 10-ാം ഇശൽ, ഇതിൻ്റെ ഒക്കെ താളം കപ്പപ്പാട്ടാണ്. ഞാൻ നേരത്തെ പാടിയില്ലേ, ആ ട്യൂണിലാണ് ഇതൊക്കെ പാടുക. ഇത് കുഞ്ഞായി മുസ്ലിയാരുടെ സ്വാധീനതയാണ്. അതുപോലെ ഉഹദ് പടപ്പാട്ടിലെ 23, 114 ഇശലുകൾ, സലാസീൻ കിസ്സപ്പാട്ടിലെ 16-ാമത്തെ ഇശൽ, ഇതൊക്കെ കപ്പപ്പാട്ട് വൃത്തത്തിലാണ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. ഇത്രമേൽ സ്വാധീനം ചെലുത്തിയ ഒരു കവി മാപ്പിള സാഹിത്യത്തിൽ പിന്നീട് ഉണ്ടായിട്ടില്ല. ഇതേ രീതിയിലാണ് പിന്നീട് കുഞ്ഞായി മുസ്ലിയാരും പാട്ട് എഴുതാൻ തുടങ്ങിയത്, ഷുജായി മൊയ്ത് മുസ്ലിയാരും പാട്ട് എഴുതാൻ തുടങ്ങിയത്. ചാക്കിരിയോടുകൂടിയാണ് പിന്നീട് അതിന് കുറച്ച് മാറ്റം വന്നത്. എന്ന് മാത്രമല്ല, സഫലമാലയുടെ 83-ാമത്തെ വൃത്തത്തിൽ 83-ാമത്തെ ഇശലിൽ കുഞ്ഞായി മുസ്ലിയാരുടെ കപ്പലും കടന്നു വരുന്നു എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. കുഞ്ഞായി മുസ്ലിയാർ മനുഷ്യനെയാണ് കപ്പലായി കണ്ടത്. എന്നാൽ 1.5 നൂറ്റാണ്ട് കഴിഞ്ഞ് ഷുജായി മൊയ്ത് മുസ്ലിയാർ ഈ കപ്പപ്പാട്ടിനെ വികസിപ്പിച്ചു. എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂമിന്റെ ഹിദായത്തുൽ അദ്കിയയിലെ സഫീനത്തിനെ കുഞ്ഞായി മുസ്ലിയാർ സ്വന്തം ഭാവനയിൽ അദ്ദേഹം കവിതയായി നിർമ്മിച്ചെടുത്തു. കുഞ്ഞായി മുസ്ലിയാർക്ക് ശേഷം 1.5 നൂറ്റാണ്ട് കഴിഞ്ഞ് ഷുജായി മൊയ്ത് മുസ്ലിയാർ, അണ്ടത്തോടുകാരനായിട്ടുള്ള ഷുജായി മൊയ്ത് മുസ്ലിയാർ അദ്ദേഹം കൊണ്ടുവന്നു. ആ ഭാഗം ഒന്ന് കാണുക. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. കലിമ പദം വിവരിക്കുന്ന ഭാഗത്താണ് ഈ കപ്പലിനെ കാണാൻ സാധിക്കുക. അഹദലിഫിൽ നിണ്ട കപ്പൽ ഇല്ലല്ലാഹ്, അഹമ്മദായി വന്ന കപ്പൽ ഇല്ലല്ലാഹ്. പിന്നെ ആദം മുരട് ആടിക്കപ്പൽ ഇല്ലല്ലാഹ്. ആലം ഊടിക്കപ്പൽ, ആലം ജംഹൂത്തിൽ അടങ്ങിട്ട കപ്പൽ, ബാഹൂത്ത് ഹാഊത്തും കൂടിയിട്ട കപ്പൽ, ആലം ലാഹൂത്ത് വെളികണ്ട കപ്പൽ, കോലം മിസാലിൽ ഇറങ്ങിട്ട കപ്പൽ, ആലം ജബറൂത്തിൽ ഊടാട്ട കപ്പൽ. ഇങ്ങനെ കപ്പലിന്റെ ഒരു പ്രളയം. ഈ കപ്പൽ പോകുന്നത് ഖുർആനിൽ നിന്ന് പുറപ്പെട്ട് ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂമിന്റെ ഹിദായത്തിൽ അദ്കിയയിലൂടെ ഒഴുകി പിന്നീട് കപ്പപ്പാട്ട് അത് മുന്നോട്ട് കൊണ്ടുപോയി. പിന്നീട് ഷുജായി മൊയ്ത് മുസ്ലിയാരുടെ സഫലമാലയിലും ഈ കപ്പൽ നങ്കൂരമിട്ടു. ഇവിടുന്ന് ഈ കപ്പൽ പിന്നീട് എത്ര കാലം ഏതൊക്കെ കൃതികളിലൂടെ ഏതൊക്കെ ദിക്കുകളിലൂടെ സഞ്ചരിച്ചു എന്ന് കണ്ടെത്തേണ്ടത് മാപ്പിള സാഹിത്യ അന്വേഷകരുടെ ചുമതലയാണ് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, എന്ന് മാത്രമല്ല ഒറ്റഭാഗം, ഈ ഷുജായി മൊയ്ത് മുസ്ലിയാരുടെ ഭാവന എന്ന് പറയുന്നത് കുഞ്ഞായി മുസ്ലിയാരിൽ നിന്ന് വ്യത്യസ്തമല്ല. ഇപ്പോ നേരത്തെ ഞാൻ പാടിയ ആ പാട്ട്, അതിന്റെ മറ്റൊരു ആശയ വ്യാഖ്യാനം സഫലമാലയിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ആദ്യം ഞാൻ കുഞ്ഞായി മുസ്ലിയാരുടെ 1-2 വരികൾ പാടാം, എന്നിട്ട് ബാക്കി ഷുജായിയുടേതും പാടാം. കാരുണർ ചൊന്ന ചൊൽ കേട്ടില്ല പൊട്ട, പണ്ടുള്ളോർ ചൊല്ലിൽ പതിരുണ്ടോ പൊട്ട, പൈത്തന്ന പാലിന് കൈപ്പുണ്ടോ പൊട്ട, തൊണ്ടം നിനക്കേതും തോന്നില്ല പൊട്ട. ഇത് കുഞ്ഞായി മുസ്ലിയാർ. ഇനി ഷുജായി മൊയ്ത് മുസ്ലിയാർ പാടുന്നത് കേൾക്കുക. കൂടുന്നു കൊല്ലങ്ങൾ മാസങ്ങളാഴ്ച, ഘടികൾ കണക്കിൻ ആയൂസിൻ തീർച്ച, തേടുന്നു അവർ നിന്നെ മൺവീട്ടിലേക്ക്, തഞ്ചം നീ നോക്കുന്നു പൊൻവീട്ടിലേക്ക്, അകക്കൺ തുറന്നാകെ നോക്കുന്നു മൂഢ, ഉത്സാരമോർത്താലുറങ്ങാമോ കേടാ, മുഖക്കണ്ണടക്കുൽ തുറക്കട്ടെ മാടാ, മൂടിട്ട പൊൻചെപ്പിൽ മുത്തുണ്ട് കാടാ, ജിഗംപെറ്റോർ കാഫീല പൊട്ടിപ്പോയി പൊട്ട. ഇതിന്റെ അർത്ഥം ഒക്കെ നോക്കണം. വലിയ തോതിൽ കച്ചവടം നടത്തി ഇവിടെ വലിയ ഹുങ്ക് കാണിച്ച ആൾക്കാരൊക്കെ ആഹ്റത്ത് പൊട്ടിപ്പോയിട്ടുണ്ട് കൂട്ടരെ എന്നാണ് പറയുന്നത്. ചെയ്തക്കറങ്ക് അണഞ്ഞിട്ട് പൊട്ട. എന്നാലോ ഇവിടെ മിതമായ തോതിലൊക്കെ കച്ചവടം ചെയ്ത് തകർന്നു പോയ ആൾക്കാര് അവിടെ വലിയ ലാഭം നേടിയിട്ടുണ്ട്. അപ്പൊ ജീവിതത്തെ ലാഭത്തിന്റെയും കണക്കിന്റെയും ഒക്കെ ലാഭത്തിന്റെയും ചെലവിന്റെയും ഒക്കെ ഒരു ഇതിവൃത്തത്തിൽ ഒതുക്കുന്ന സാമൂഹികമായി ഈ വർത്തമാന ജീവിത ചുറ്റുവട്ടത്തിൽ ഇത്തരം കൃതികളൊക്കെ നമ്മുടെ ജീവിതങ്ങൾക്ക് നേരെ തുറന്നു പിടിച്ച കണ്ണാടികളായി മാറുന്നുണ്ട്. ആ നിലയിൽ ഈ കൃതികളുടെയൊക്കെ പഠനം വളരെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട്
ഞാൻ എൻ്റെ ഈ ഒരു സദസ്സിൽ എൻ്റെ ഒരു അഭിലാഷം ഞാൻ അറിയിക്കുക. നേരത്തെ ഹുസൈൻ സാർ അദ്ദേഹത്തിൻ്റെ ഒരു അഭിലാഷം പറഞ്ഞു. ഈ ഭാഗത്ത് വല്ല അറബി മലയാള സാഹിത്യ കൃതികളും കിട്ടുകയാണെങ്കിൽ നമ്മളെ ഏൽപ്പിക്കണം, ഞങ്ങളത് മുന്നോട്ട് പോകും. ഞാൻ കുറേ കാലമായിട്ട് തിരഞ്ഞുകൊണ്ടിരിക്കുന്ന 2 സാധനമുണ്ട്. ആ 2 സാധനത്തെക്കുറിച്ച് കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. കുഞ്ഞായി മുസ്ലിയാരുടെ കപ്പപ്പാട്ടിന് അനുബന്ധം എന്നുള്ള നിലയിൽ ചൊക്രാൻ അബ്ദുള്ള എന്ന് പറയുന്ന ഒരാൾ തലശ്ശേരിക്കാരനാണ്. അദ്ദേഹം 1909 മരണപ്പെട്ടിട്ടുണ്ട്. 1888 അയ്യോലപ്പാട്ട് എന്ന് പറയുന്ന ഒരു പാട്ട് എഴുതിയിട്ടുണ്ട്. ഞാൻ 2 വർഷം ഈ തലശ്ശേരി ബ്രണ്ണം കോളേജിൽ 2009 മുതൽ 2012 വരെ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. അക്കാലത്തൊക്കെ ഇതിൽ നടന്ന് തെരഞ്ഞിട്ടുണ്ട്, എനിക്ക് കിട്ടിയിട്ടില്ല. ഈ ചൊക്രാൻ അബ്ദുള്ളയുടെ തന്നെ നൂൽ മദ്ഹ് എന്ന് പറയുന്ന ഒരു കൃതിക്ക് ഹൈറാനക്കടൽ എന്ന പേരിലും അദ്ദേഹത്തിൻ്റെ ഒരു അനുബന്ധ കാവ്യമുണ്ട്. അതും ഇതുവരെ കിട്ടിയിട്ടില്ല. ഈ 2 കൃതികളും ആദ്യം അച്ചടിച്ച് തലശ്ശേരിയിൽ നിന്നാണ്. പിന്നീട് വളവട്ടടത്തു നിന്നും കണ്ണൂരിൽ നിന്നും അതിൻ്റെയൊക്കെ പ്രകാശനങ്ങൾ എഡിഷൻസ് ഒക്കെ പുറത്തിറങ്ങി എന്നും കാണാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കണ്ണൂരും തലശ്ശേരിയും ഒക്കെ ഉള്ള വളവട്ടണത്തൊക്കെ ഉള്ള ആളുകളാണല്ലോ നിങ്ങളൊക്കെ എല്ലാവരും. അതുകൊണ്ട് SSFന് ഞാൻ നൽകുന്ന ഒരു അസൈൻമെന്റ് ആണിത്. ഈ 2 കൃതികളെ നിങ്ങൾ എങ്ങനെങ്കിലും, ഇവിടെ ഒരുപാട് മാളികണ്ട്, ഒരുപാട് മതപണ്ഡിതന്മാരൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമാണ്. നമ്മളെ വല്യാപ്പന്മാരുടെ ബഹുമാനപ്പെട്ട കിതാബ് പെട്ടികളിൽ കടന്ന് ഊർജ്ജശ്വാസം വലിക്കുന്നുണ്ടാവും ചിലപ്പോൾ ഈ സാധനം. ഈ 2 കൃതികൾ നിങ്ങൾ കണ്ടെത്തി പാവപ്പെട്ട എന്നെ അറിയിക്കുകയാണെങ്കിൽ കുഞ്ഞായി മുസ്ലിയാരെ നമുക്ക് ഒരുപാട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. കുഞ്ഞായി മുസ്ലിയാർ ഇന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഒരു വിദ്യാർത്ഥി സെമീന എന്ന് പറയുന്ന ഒരു കുട്ടി റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ചരിത്രത്തിൻ്റെ ഇരുൾ മൂടിയ തലങ്ങളിൽ കിടന്നിരുന്ന കുഞ്ഞായി മുസ്ലിയാരെ പൊടി തട്ടിയെടുത്ത് മലയാള സാഹിത്യത്തിൻ്റെ ഭാഗമായി മാറിയിട്ടുണ്ട്. ഇതുപോലെ മറ്റ് മുസ്ലിയാക്കന്മാരെയും നമുക്ക് മാറ്റേണ്ടതുണ്ട്. അവിടെയാണ് നമ്മുടെ പാരമ്പര്യം, അതാണ് നമ്മുടെ പാരമ്പര്യത്തിന്റെ ശക്തി. അപ്പൊ പാരമ്പര്യത്തിന്റെ ഒക്കെ നിറവിലും പിന്നിലും മുന്നിലും ഒക്കെ നിൽക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള രചനകളുടെ പുനർവായന അത് മുന്നോട്ട് കൊണ്ടുപോകലാണ് എന്നും അതിന്റെ കാലോചിതമായിട്ടുള്ള അവതരണം സമൂഹത്തിൽ നടത്തലാണ് എന്നുകൂടി ആവശ്യപ്പെട്ടുകൊണ്ട് SSF സമരോത്സുകരും സർഗസമ്പന്നരുമായ SSF ഇതൊരു വെല്ലുവിളിയായി ഏറ്റെടുക്കും എന്ന കാര്യത്തിൽ എനിക്ക് സംശയം ഇല്ല. ഞാൻ എൻ്റെ ഈ പ്രസംഗം, ഈ പ്രബന്ധാവതരണം ഒരു കവിതയിൽ ഞാൻ അവസാനിപ്പിക്കാം. പ്രമുഖനായിട്ടുള്ള സിസിലിയൻ കവി ഇഗ്നോസിയോ ബൂത്തിത്തോയുടെ ലാംഗ്വേജ് ആൻഡ് ഡയലക്ട് എന്ന് പറയുന്ന ഒരു കവിത ഉണ്ട്. ഇതൊരു പുസ്തകത്തിന്റെ പേരല്ല, ഒരു കവിതയുടെ തലക്കെട്ട. ആ കവിതയുടെ അവസാന ഭാഗം നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. നിങ്ങളുടെ പൂർവികർ നിങ്ങൾക്ക് നൽകിയ ഭാഷ അപഹരിക്കപ്പെടുമ്പോൾ ആ ജനത വളരെ ദരിദ്രരും അടിമകളും ആയിത്തീരും. നിങ്ങളുടെ പൂർവികർ നിങ്ങൾക്ക് നൽകിയ ഭാഷ അത് അപഹരിക്കപ്പെടുമ്പോൾ ആ ജനത വളരെ ദരിദ്രരും അടിമകളും ആയിത്തീരും. അറബി മലയാളം, മാപ്പിള മലയാളം നമ്മുടെ പൂർവികർ നമുക്ക് നൽകിയ ഭാഷയാണ്. അതിനെ വീണ്ടെടുക്കാതെ നാം എത്ര തന്നെ സമ്പന്നരായാലും നാം സമ്പന്നരാകാൻ പോകുന്നില്ല എന്ന ഒരു സന്ദേശം കൂടി അറിയിച്ചുകൊണ്ട് വാഹിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.